ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാളെയാണ് നമ്മുടെ ഫിസിക്സ് പരീക്ഷ. നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ ലൈവ് കംപ്ലീറ്റ് ചെയ്തിരുന്ന് കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. മുഴുവൻ ചാപ്റ്റേഴ്സിലെ എല്ലാ കോണ്ടന്റുകളും എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും ഇന്നലെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് മറ്റൊരു ലൈവ് കൂടി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. 100% ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവാണ്. അതിനകത്ത് നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഇന്നത്തെ ലൈവിൽ നമ്മൾ എന്തായാലും സെറ്റാക്കിയിരിക്കും. എല്ലാവരും വരണം. ഇന്നത്തെ ലൈവിൽ വരുന്നതിന് മുമ്പ് ഇന്നലത്തെ ലൈവ് എല്ലാവരും കാണാതെ വരരുത്. എല്ലാവരും ആ ലൈവ് കൂടി കണ്ടു തീർത്ത് സെറ്റാക്കിയിട്ട് വേണം ലൈവിൽ വരാൻ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 10 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിൽ എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഏറ്റവും സാധ്യതയേറിയ 10 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഞാൻ സോർട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് സിംപ്ലി പറയാം. ലെൻസസ്, വിഷൻ, എനർജി, EMI, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തുവച്ചിരിക്കുന്നത്. ലേറ്റ് ആക്കുന്നില്ല, എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി തുടങ്ങുക. സോ മക്കളെ, ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 3 മാർക്കിന്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരീക്ഷയിൽ വരാൻ വലിയ പോസിബിലിറ്റി ഉള്ള ചോദ്യമാണ്. ചോദ്യത്തിന്റെ മലയാളം വേർഷനും ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് പോസ് ചെയ്തിട്ട് രണ്ടും വായിച്ചു നോക്കിക്കോ. മലയാളം മീഡിയം കുട്ടികൾ അങ്ങനെ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇവിടെ ശ്രദ്ധിച്ചോ. ആൻ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 cm ഫ്രം എ കോൺവെക്സ് ലെൻസ് when the object is placed at the same distance on the opposite side. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അവർ പറയുന്നു, ഇമേജ് ലഭിച്ചിരിക്കുന്ന 40 സെന്റിമീറ്റർ അകലെയാണ്. വസ്തു വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ദൂരവും എത്ര തന്നെയാണ്? ഇതേ 40 സെന്റിമീറ്റർ അകലെയാണ്. അഥവാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്, രണ്ടും തുല്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, റൈറ്റ്, ഫൈൻ. Write the 2 characteristics of the image obtained. Find the focal length of the lens. നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് അതേ ദൂരം അകലെ നമുക്ക് ഇമേജ് ലഭിക്കുന്നത്. ഒരു സംശയം വേണ്ട, 2F വെക്കുമ്പോഴാണ്. 2F വെക്കുമ്പോഴാണ് സെയിം ഡിസ്റ്റൻസ് അവേ നമുക്കൊരു ഇമേജ് ലഭിക്കുക. ഇമേജിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ആണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 2F ദൂരമാണ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. അപ്പൊ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 40/2 വിച്ച് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും മക്കളെ? ഒരു സംശയവും വേണ്ട, അത് 20 സെന്റിമീറ്റർ ആണ്. ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. കാരണം 2F ദൂരം എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി അഥവാ 20 സെന്റിമീറ്റർ ആയിരിക്കും. ഇമേജിന്റെ പ്രത്യേകതകൾ അറിയാം. ഇതാണ് ആ ഇമേജ് ഫോർമേഷന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമേജിന്റെ പ്രത്യേകതകൾ അതെങ്ങനെയുള്ളതാണ്? യെസ്, അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, 2F ഉണ്ടാവുക, സെയിം സൈസ് ആയിരിക്കും ഉണ്ടാവുക. യഥാർത്ഥമാണ്, തലകീഴായതാണ്, 2F ഉണ്ടാവുക. അതുപോലെ തന്നെ വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും അവനുണ്ടാവുക. റൈറ്റ്, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു സംശയമില്ലാലോ. സെറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലൂടെ നടക്കാം. സോ ഗൈസ്, ഇനി 9 ചോദ്യങ്ങൾ. അതിൽ അടുത്ത 2 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു ലെൻസിന്റെ പവർ നമുക്ക് നൽകിയിട്ടുണ്ട്, -0.5 ഡയോപ്റ്റർ ആണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് ഫോക്കൽ ലെങ്ത്? അതുപോലെ തന്നെ ഇവിടെയുള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, പവർ ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ആണ്. എങ്കിൽ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1 പവർ എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ -0.5 വിച്ച് ഈസ് ഈക്വൽ ടു -2 മീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാ മക്കളെ കിട്ടുക? -2 മീറ്റർ. 1 ഡിവൈഡ് ബൈ -0.5 എന്ന് വെച്ചാൽ -2 ആണ്. സോ ആൻസർ ഈസ് -2 മീറ്റർ. ഇത് ഏതു തരം ലെൻസ് ആണ്? പവർ നെഗറ്റീവ് ആയിരിക്കുന്ന, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കുന്ന ലെൻസ് ഏതാണ്? യെസ്, ഇറ്റ് ഈസ് എ കോൺകേവ് ലെൻസ്. ഇതൊരു കോൺകേവ് ലെൻസ് ആണ് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഒരു 8 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതിലെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. An object is placed at a distance of 15 cm. വസ്തു വെച്ചിരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ അകലെയാണ്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് +10 സെന്റിമീറ്റർ എന്ന് അവരെ എടുത്തു പറയുന്നുണ്ട്. സോ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് പെർട്ടിക്കുലർലി മെൻഷൻഡ് ആണ്. സോ ഉറപ്പായും കോൺവെക്സ് ലെൻസ് ആയിരിക്കും. യെസ്, അതാണ് ആദ്യത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് V നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ ഇമേജ്, അതായത് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ച ഇമേജിന്റെ നേച്ചർ ഒക്കെ നമുക്ക് കിട്ടും. മലയാളത്തിൽ ചോദ്യമുണ്ട്. മലയാളത്തിലെ ചോദ്യം നൈസായിട്ട് വിട്ടുപോയിരുന്നു, സോറിടാ. ഒന്ന് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞുതരാം, പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണടാ. വസ്തുവിലോട്ടുള്ള ദൂരം 15 സെന്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണ്, +10 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. ഏതു തരം ലെൻസ് ആണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അടുത്തത് പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം കണ്ടുപിടിക്കണം, V കണ്ടുപിടിക്കണം, ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചാലോ? ഫോർമുല എല്ലാവർക്കും അറിയാം. V ഈക്വൽ ടു എന്താണ്? UF ഡിവൈഡഡ് ബൈ U+F ആണ്. U എത്രയാണടാ? U എന്ന് പറഞ്ഞു വെച്ചാൽ -15 ആണ്. സോ -15 ഇൻറ്റു 10 ഡിവൈഡ് ബൈ -15 + 10 എന്ന് വരും. ദാറ്റ് ഈസ് -150 ഡിവൈഡഡ് ബൈ -5.
സോ ആൻസർ എത്ര കിട്ടും? 30 അല്ലടാ, 30 സെന്റിമീറ്റർ. സോ ഇമേജ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് പറയുക? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുക. ഇമേജ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ. അടുത്തത് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കാം. മാഗ്നിഫിക്കേഷൻ V/U ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30/-15. 30/-15. ആൻസർ എത്ര കിട്ടും? -2. സോ ആവർധനം -2 ആണ്. ഇമേജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയാലോ, സിമ്പിൾ അല്ലേ? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എങ്ങനെയുള്ളതാണ്? അത് റിയലും ഇൻവേർട്ടഡുമാണ്. മാഗ്നിഫിക്കേഷൻ മോഡുലസ് വാല്യൂ, മോഡുലസ് ഓഫ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അത് ഒന്നിനേക്കാളും വലുതല്ലേ? സോ ഇമേജ് എങ്ങനെ ഉള്ളതായിരിക്കും? അതൊരു ലാർജ് ഇമേജ് ആയിരിക്കും. ഇറ്റ് വിൽ ബി എ ലാർജ് ഇമേജ്. സോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ ലാർജ് ഇമേജ് ആയിരിക്കും എന്ന കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പ്രിസവുമായി ബന്ധപ്പെട്ട, ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യമാണ്. ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ ഡിസ്പേർഷൻ അഥവാ പ്രകാശ പ്രകീർണനം നടക്കുന്നു. AB എന്ന് പറയുന്ന കളേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ചോദ്യം. ഐഡന്റിഫൈ ദ ഫിനോമിന ഓഫ് ലൈറ്റ് ഹാപ്പനിങ് ഇൻ ദ ഫിഗർ. ഏതാണ് പ്രതിഭാസം? ഡിസ്പേർഷൻ അഥവാ പ്രകാശ പ്രകീർണനമാണ് നടക്കുക. A എന്ന് പറയുന്ന കളർ ഏതാണ്? മുകളിൽ വരുന്നത് റെഡ് ആണ്, താഴെ വരുന്നത് വയലറ്റ് ആണ്. കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ഡീവിയേഷൻ കുറവായിരിക്കും. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, ഡീവിയേഷൻ കൂടുതലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്. ഓക്കെ. ഇഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ഗ്രീൻ ലൈറ്റ്, അതായത് നമ്മൾ വൈറ്റ് ലൈറ്റിന് പകരം ഗ്രീൻ ലൈറ്റ് ആണ് കടത്തിവിടുന്നതെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഏത് കളറാണ് കിട്ടുക? ഗ്രീൻ ലൈറ്റ് തന്നെയാണ് കിട്ടുക. കാരണം ഒരു ധവള പ്രകാശം അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ലൈറ്റ്, സമന്വത പ്രകാശം നമ്മൾ കടത്തിവിടുമ്പോൾ മാത്രമേ ഡിസ്പേർഷൻ നടക്കുകയുള്ളൂ. സമന്വത പ്രകാശം അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ഡിസ്പേർഷൻ നടക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. വിച്ച് കളർ ഡീവിയേറ്റ് മോർ? ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് മക്കളെ? അത് വയലറ്റ് ആണ്. അതിന് കാരണം അവന് വേവ് ലെങ്ത് കുറവാണ്. വിച്ച് കളർ ഓഫ് വിസിബിൾ ഹൈറ്റ് ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളത് ആർക്കാണ്? റെഡിനാണ്. റെഡിന് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ തന്നെ ഡീവിയേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഡ്യൂറിംഗ് ഡിസ്പേർഷൻ ഈച്ച് കളർ ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഡീവിയേഷൻസ്. വൈ? ഓരോ നിറങ്ങളുടെ വ്യതിയാനവും വ്യത്യസ്തമാവാനുള്ള കാരണം എന്താണ്? അവയുടെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആയതുകൊണ്ട്, തരംഗദൈർഘ്യം വ്യത്യാസപ്പെട്ടത് കൊണ്ടാണ് അവയുടെ വേവ് ഡീവിയേഷൻസ് വ്യത്യാസമായിരിക്കുന്നത്. കേട്ടോ, ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കളേഴ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. സിയാൻ പ്ലസ് ഡാഷ് ഗീവ്സ് വൈറ്റ് ലൈറ്റ്. സിയാന്റെ കൂടെ, എല്ലാവരും ശ്രദ്ധിക്കുക, സിയാന്റെ കൂടെ ഏതു നിറം കൂടുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് ഉണ്ടാവുക? റെഡ് അല്ലേ? ഒരു സംശയം വേണ്ട. സിയാന്റെ കൂടെ റെഡ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക. ബ്ലൂ കളറിന്റെ കൂടെ ഏത് കൂടുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക? നോക്കടാ, ബ്ലൂവിന്റെ കളർ യെല്ലോ കൂടുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക. യെല്ലോ. നമ്മൾ ആ ഗോകുലിന്റെ 2ാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ആ കോഡ് മതി കേട്ടോ ഇതൊക്കെ പഠിക്കാൻ. മജന്തയുടെ കൂടെ ഗ്രീൻ കളർ കൂടി എന്താ കിട്ടുക? നോക്കടാ, മജന്ത പ്ലസ് ഗ്രീൻ കൂടിക്കൈ എന്താ കിട്ടുക? വൈറ്റ് അല്ലേ കിട്ടുക? ഉറപ്പായും വൈറ്റ് ആണ് കിട്ടുക. യെസ്, വൈറ്റ്. അടുത്ത് മജന്ത, സിയാൻ പ്ലസ് യെല്ലോ, അതായത് എല്ലാ പ്രൈമറി കളേഴ്സും കൂടുന്നത്. നോക്കടാ, മജന്ത, സിയാൻ, യെല്ലോ, എല്ലാ പ്രൈമറി കളേഴ്സും കൂടിയാ കിട്ടുന്ന എന്താണ്? എഗെയിൻ വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുക. വൈറ്റ്. സോ ഇത് കൃത്യമായി തന്നെ നമ്മുടെ ഈ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഗോകുലിന്റെ 2ാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു, ആ ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് അടിക്കാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൃത്യമായി തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. സോ ഗൈസ്, അടുത്തത് ഇവിടെ ഐയുടെ ഡിഫക്റ്റ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഏറ്റവും പോസിബിലിറ്റിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. റെറ്റിനയുടെ പുറകിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്, പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് റെറ്റിനയുടെ പുറകിലാണ്. കണ്ണിന്റെ പ്രശ്നം എന്താണ്? യെസ്, ഹൈപ്പർ മെട്രോപ്പി ആണ് കണ്ണിന്റെ പ്രശ്നം, ദീർഘദൃഷ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, ഇറ്റ് ഈസ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി. ഹൈപ്പർ മെട്രോപ്പി അഥവാ ദീർഘദൃഷ്ടിയാണ് കണ്ണിന്റെ തകരാറ് എന്ന് പറയുന്നത്. അത് പരിഹരിക്കാനുള്ള റെമഡി എന്താണ്? യെസ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. യെസ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ നമുക്കത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ കാരണം ഐബോളിന്റെ വലുപ്പം കുറയുന്നത് അല്ലെങ്കിൽ കർവേച്ചർ അല്ലെങ്കിൽ പവർ കുറയുന്നത് മൂലമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. കണ്ണിന്റെ കൃഷ്ണമണി വല്ലാതെ ചെറുതാകുന്നത്, കണ്ണിന്റെ ലെൻസിന്റെ വക്രത കുറയുന്നത്, ഈ 2 കാരണങ്ങൾ മൂലമാണ് ഈ ഒരു തകരാറ് ഉണ്ടാവുക എന്ന കാര്യം തിരിച്ചറിയുക. അടുത്തത് എന്തായാലും പരീക്ഷയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. ഇതിന്റെ മറ്റൊരു വേർഷൻ ഞാൻ ആ 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ വർക്കൗട്ട് ചെയ്തു. ഇത് മറ്റൊരു വേരിയന്റ് ആണ്. ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്, അവന്റെ പവർ 400 വാട്ടാണ്, ഒരു ദിവസം 8 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ 30 മണിക്കൂർ പ്രവർത്തിച്ചാൽ 3 രൂപ കിലോ വാട്ട് അവറിന് കണക്കാക്കുകയാണെങ്കിൽ എത്ര രൂപ കറണ്ട് ബില്ല് വരും? പവർ 400 വാട്ടാണ്, ഒരു ദിവസം 8 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്രയാണെന്ന ചോദ്യം. 1 കിലോ വാട്ട് അവറിന് 3 രൂപ വെച്ചിട്ടാണ് കറണ്ട് ബില്ല് വരിക എങ്കിൽ പറടാ മക്കളെ, സിമ്പിൾ അല്ലേ? നമുക്ക് ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000. ഒരു ഉപകരണം ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം.
സോ 400 ഇൻറ്റു 8/1000 എത്രയാടാ? ഒരു ദിവസത്തെയാണ്. 400 ഇൻറ്റു 8 4 8 32 3200/1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2 kWh. എങ്കിൽ ഒരു മാസത്തെ എത്രയായിരിക്കും എനർജി കൺസപ്ഷൻ ഇൻ എ മന്ത്? 3.2 / 30 ആൻസർ 96 kWh എന്ന് കിട്ടും. 1 kWh 3 രൂപ കണക്കിലാണ് കറണ്ട് ബില്ല് വരിക. അപ്പൊ എത്രയാണ് മക്കളെ ബില്ല് വരിക? ബില്ല് എമൗണ്ട് എത്രയായിരിക്കും? 96 ഇൻറ്റു 3 ഈക്വൽ ടു 288 രൂപയാണ് കറണ്ട് ബില്ല് വരിക. 288 രൂപയായിരിക്കും കറണ്ട് ബില്ല് വരിക. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ അല്ലേ? പെട്ടയ്ക്കാൻ നമുക്ക് അടുത്തതിലൂടെ കിടക്കാം. അടുത്ത കാർബൺ ഫുട് പ്രിന്റ് ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. എന്താണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് ചോദിക്കാം. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവിനെ തത്തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുക, കാർബൺ പാദമുദ്ര എന്ന് പറയുക. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമൗണ്ടിനെ ഇക്വലന്റ് ആയ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുക. ഇവയൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. സോ ഇവയുടെ അളവിനെ ഇക്വലന്റ് ആയ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുക. പഠിച്ചു വെക്കണം. ഓക്കെ, റൈറ്റ്. സോ ആ ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും ചോദിക്കാം. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ്? എന്തിനു വേണ്ടിയിട്ടാണ് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കേണ്ടത്? അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലോബൽ വാർമിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ ആഗോള താപനം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നാച്ചുറൽ റിസോഴ്സുകളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കണമെന്ന് നമ്മൾ പറയുന്നത്. റെഡി അല്ലേ? അടുത്തത്, എങ്ങനെയൊക്കെയാണ് നമുക്കത് കുറയ്ക്കാൻ സാധിക്കുക? ഡൊമസ്റ്റിക് എനർജി കൺസപ്ഷൻ കുറയ്ക്കുക. വീട്ടിലുള്ള ഊർജ്ജ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കൂടുതലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റീയൂസബിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. നമ്മുടെ സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കുക. സോ ഈ മെത്തേഡുകളിലൂടെ നമുക്ക് കാർബൺ ഫുട് പ്രിന്റിന്റെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറയ്ക്കാൻ സാധിക്കും. അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും പറയാം. അടുത്തത്, ഇത് ഏത് ഡിവൈസാണ്? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇവിടെ 2 റിങ്ങുകൾ കാണാൻ സാധിക്കും. 2 റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ദിസ് ഈസ് AC ജനറേറ്റർ. ഇത് നമ്മുടെ AC ജനറേറ്റർ ആണ്. 2 റിങ്ങുകൾ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ദിസ് ഈസ് AC ജനറേറ്റർ. ഓരോ ഭാഗങ്ങൾ പറയാം. A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ ബ്രഷസ് ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് റിംഗ് ആണ്. B എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിംഗ് ആണ്. സംശയം ഉണ്ടാവില്ലല്ലോ, ഒരു സംശയവും വേണ്ട. ഇത് ഏത് ജനറേറ്ററാണ്? AB അറിയാം. ഡ്രോ ദ ഔട്ട്പുട്ട് ഗ്രാഫ്. ഔട്ട്പുട്ട് ഗ്രാഫ് അറിയാലോ. AC ജനറേറ്റർ ആണെങ്കിൽ ഇതാണ് ഔട്ട്പുട്ട് ഗ്രാഫ്. നാഗവല്ലിയൊക്കെ വെച്ച് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഗ്രാഫ്. കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാറും എന്ന പ്രത്യേകത നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തത്, ഇഫ് ദ ആർമേച്ചർ ഈസ് കെപ്റ്റ് stationary and the field magnet is rotated, what form of electricity will be obtained on the external circuit? ഇത് നമ്മുടെ AC ജനറേറ്ററും DC ജനറേറ്ററും ഇതേ കാര്യം തന്നെയാണ്. ആർമേച്ചർ റെസ്റ്റിൽ വെച്ചിട്ട് മാഗ്നറ്റ് കറക്കിയാൽ നമുക്ക് ഏത് കറണ്ടാണ് പുറത്ത് ലഭിക്കുക? AC കറണ്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആർമേച്ചർ സ്റ്റേഷനറി ആയി വെച്ചിട്ട് മാഗ്നറ്റ് കറക്കിയാലും ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ട് തന്നെയാണ്. ദർ ഈസ് നോ നീഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്. അടുത്തത്, ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു അവസാന ചോദ്യമാണ്. സോ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 230 വോൾട്ട്, 120 ടേൺസ് ഇൻ ദ സെക്കൻഡറി ആൻഡ് 1200 ടേൺസ് ഇൻ ദ പ്രൈമറി. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ? ഗിവൺ ഡാറ്റ എഴുതുകയാണ്. ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് ആണ്. അഥവാ പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 വോൾട്ട്. has 120 turns in the secondary. Number of turns in secondary എത്രയാണ്? 120 ആണ്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് അഥവാ NP എത്രയാണ്? 1200 ആണ്. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി വോൾട്ടേജ് ആണ്. നമുക്ക് ഫോർമുല അറിയാം, VS/VP ഈക്വൽ ടു NS/NP ആണ്. VS കണ്ടുപിടിച്ചാലോ മക്കളെ? വളരെ സിമ്പിൾ ആയി VS കണ്ടുപിടിക്കാലോടാ. സോ VS is equal to NS/NP ഇൻറ്റു എന്ത് വരും? VP എന്ന് വരും. NS എത്രയാണ്? 120 ആണ്. 120 ഡിവൈഡഡ് ബൈ 1200 ഇൻറ്റു 230. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാണ്. 0 വെട്ടി 120 വെട്ടി. സോ ആൻസർ എത്ര കിട്ടും? 23 വോൾട്ട്. ആൻസർ വിൽ ബി 23 വോൾട്ട്. കൃത്യമായി മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലല്ലോ. കോൺഫിഡന്റ് അല്ലേ? എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും കോൺഫിഡന്റ് അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ഇത് കോൺഫിഡന്റ് ആണ്, ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ, എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ ഇതാണ് നമ്മുടെ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. എല്ലാ കോണ്ടന്റ് വീഡിയോസും കാണുക. സിമിലർ വേ നമ്മുടെ ലൈവ് ക്ലാസ് ഒരിക്കലും മിസ്സാക്കരുത്. അതിനകത്ത് പറയുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, കൃത്യമായി പഠിക്കുക. A+ അല്ല, ഫുൾ മാർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കൂടെ നിൽക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ. ടേക്ക് കെയർ. ഒരു ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മടി കാണിക്കില്ല. എല്ലാവരും കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
ബൈ ബൈ.